ഇന്ന് എൻ്റെ ഒരു സ്ലോ മോർണിംഗ് റൂട്ടീൻ കണ്ടാലോ? ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഈ രാവിലെ എണീക്കലും ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യലും ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നതും എനിക്കൊരു 3 വർഷം മുന്നേ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമായിരുന്നു. പക്ഷേ ബാംഗ്ലൂർ വന്നതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടും വളരെ ഓർഗനൈസ്ഡ് എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും എനിക്ക് പറ്റിയ രീതിയിൽ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. നാട്ടിലായിരുന്ന സമയത്ത് രാവിലെ എണീറ്റിട്ട് ഡൈനിങ് ടേബിളിലേക്ക് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആയിരിക്കും. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ നാട്ടിൽ പോകുമ്പോൾ. എന്ന് വെച്ച് ഞാൻ അമ്മയെ സഹായിക്കില്ല എന്നല്ല, എനിക്കിഷ്ടം ക്ലീനിങ്ങും പാത്രം കഴുകലും മുറ്റടിക്കലും ഒക്കെയാണ്. അമ്മയ്ക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട് ഞാനപ്പോൾ. പക്ഷേ ഈ ഫുഡെല്ലാം പ്ലാൻ ചെയ്യുന്നതും അമ്മ തന്നെയാണ്. ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് ഇഡ്ഡലിയാണ് ഉണ്ടാക്കിയത്. ഒരുപാട് ഫ്ലോപ്പുകൾക്ക് ശേഷമാണ് ഇഡ്ഡലി ഒന്ന് സക്സസ് ആയി വന്നത്. എൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ തന്നെ ഈ കാണിക്കുന്നത് പോലെ ഡ്രൈ ഫ്രൂട്ട്സ് തലേദിവസം രാത്രി സോക്ക് ചെയ്തിട്ടതും പിന്നെ ഒരു വോം വാട്ടറിലുമാണ്. അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ടാണ് ഞാൻ ഇഡ്ഡലിയുടെ പ്രിപ്പറേഷനിലേക്ക് പോയത്. ഇഡ്ഡലിയുടെ ഒപ്പം നമ്മൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് തേങ്ങാ ചട്നിയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫുഡ് പ്രിപ്പറേഷനെ പറ്റിയാണ്. പിന്നെ കുക്കിംഗ് ടൈം ഒരുപാട് നേരം എടുത്തിട്ട് ഓരോരോ കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്യാൻ തുടങ്ങി. ഒട്ടും പ്ലാൻ ചെയ്യണില്ല. രാവിലെ എണീറ്റ് വന്നിട്ട് എന്താണ് രാവിലത്തേക്ക് ഉണ്ടാക്കേണ്ടതും ഉച്ചയ്ക്കത്തേക്ക് ഉണ്ടാക്കേണ്ടതെന്നൊക്കെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അതൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ഒരുപാട് ടൈം കൺസ്യൂം ചെയ്യുന്നുണ്ടായിരുന്നു. ഓഫീസിൽ പോകാൻ ലേറ്റ് ആവുന്നു. പിന്നെ അതൊക്കെ തലേ ദിവസം പ്ലാൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതൊരു വീക്ക്ലി പ്ലാനിങ് ആയി. ഇപ്പോൾ ഓൾമോസ്റ്റ് സ്മൂത്ത് ആണെന്ന് പറയാം. പക്ഷെ എന്നാലും ഇപ്പോഴും ലേണിംഗ് സ്റ്റേജിലാണ്. പ്രോട്ടീന് വേണ്ടി ഞാൻ ആഡ് ചെയ്തത് മുട്ടയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു വർക്കിംഗ് ഡേ ആയിരുന്നു. ഞങ്ങളുടെ ഓഫീസിൽ കാഷ്വൽസ് ആയാലും കുഴപ്പമില്ല, ഫോർമൽസ് നിർബന്ധമില്ല. അതിനുശേഷം ഞാൻ ബേസിക് ആയിട്ടുള്ളൊരു സ്കിൻ കെയർ ഒക്കെ ചെയ്തു. അപ്പോൾ ഓക്കെ, പിന്നെ കാണാം. ബൈ.